ദൈവമേ, ഇതുപോലെ പിള്ളേര് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന പോലെ കരക്ക് കിടന്ന് ഇങ്ങനെ കറക്കാനോ യോഗമുള്ളൂ. ഒരു ഗസ്റ്റ് എങ്കിലും ഇതിനകത്തേക്ക് വന്ന് കയറിയായിരുന്നു അതിനെയും വെച്ചോണ്ട് വെള്ളത്തിലേക്ക് ഇറക്കാം. എനിക്ക് യോഗം കിട്ടുമെന്ന് എനിക്ക് തോന്നല്ല. ഓ, മുതലാളിയുണ്ട് ഇവിടെ. ഈ ബോട്ട് മേടിച്ചിട്ടിട്ട് ഒരു മനുഷ്യനും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടേ? അങ്ങനെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറയാൻ പറ്റൂല. ഒരു ഫാമിലിനകത്ത് കിടപ്പുണ്ട്, സോണിയയും ടൊമ്മിയും മക്കളും. പട്ടി പ്രസവിച്ച് കിടക്കണ അതിൻ്റെ 2 കുഞ്ഞുങ്ങളെ വിറ്റ് കയറ കൊണ്ടാണ് ഞാൻ ചോറുണ്ട് തരുന്നത് കഴിയണത്. മുതലാളിയാണ് പോലും മുതലാളി. ബിസിനസ് എന്തൊക്കെ ബിസിനസ് നടത്തി പുള്ളി. വിജയിച്ചോ? ആദ്യം ഒരു ബിസിനസ് നടത്തി. നല്ല കൊടും തണുപ്പില് ഊട്ടി പോയി ഐസ്ക്രീം കച്ചവടം. അതങ്ങ് പൊട്ടി. അത് കഴിഞ്ഞ് നേരെ രാജസ്ഥാനിലേക്ക് വിട്ടു. കൂമ്പാരക്കണക്കിന് മണൽ കിടക്കും കൊടുത്ത് മണൽ കച്ചവടമായിട്ട് ചെന്നേക്കണം. അതും പൊട്ടി. ഇനി പൊട്ടണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് പടക്ക കച്ചവടം തുടങ്ങി. അതാണ് ഈ പൊട്ടി. അത് ചീറ്റി പണ്ടാരടങ്ങി. അങ്ങനെ അവസാനം ബാക്കി വന്ന വീട് ലോൺ വെച്ച് ഹൗസിംഗ് ലോൺ എടുത്ത് മേടിച്ച സാധനമാണ് ഹൗസ് ബോട്ട്. ഇതാണെങ്കിൽ മുതലാളിയുടെ ഫോണോട് വെച്ചിട്ട് വെക്കണം. ഹലോ മത്താച്ചനല്ലേ? ഹലോ മത്താച്ചനല്ലേ? അതെ, മൊഫാച്ചനാണ്. എന്താണ് ലോൺ അടയ്ക്കാത്തത്? ഞാൻ ബാങ്കിലാണ്, മാനേജരാണ്. എന്താണ് നിങ്ങൾ ലോൺ അടയ്ക്കാത്തത്? ലോണോ? ആ, അടയ്ക്കാനായിട്ട് ഇത് ഞങ്ങൾ ജപ്തി ചെയ്യാനുള്ള കാര്യങ്ങൾ നീക്കാണ്. ആണോ? ആ, നിങ്ങളോട് ഇനി ചോദിക്കാൻ വേണ്ടി ഇനി വരില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? റേഞ്ചില്ലാത്ത പോലെ പറയാം. ഹലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹൗസ് ബോട്ട്. ആ, ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട്. ഓക്കെ 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 ആ ഓക്കെ, ബോട്ട്. ഹൗസ് ബോട്ട്. ഓക്കെ ഓക്കെ. അയ്യോ, ഇനി എന്നാ ചെയ്യൂടെ ഇരുന്നുണ്ട്? എന്നാ ഒച്ചപ്പാടം ബഹളാടാ. ഞാൻ ആ ഷാപ്പിൽ ഇരുന്നപ്പോ കേട്ടല്ലോ. സ്റ്റോപ്പിൽ ഇരുന്നപ്പോ കേട്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്നെ കൂട്ടാണ്ട് മുതലാളി ഷാപ്പിൽ പോയെന്ന്. ഞാൻ ഷാപ്പിലേക്ക് പോവല്ലേ? ബാങ്ക് വിളിച്ചായിരുന്നട്ടോ? ബാങ്ക് വിളിക്കാൻ നീ എന്നാ മുക്കുറിയോ? ബാങ്ക് വിളിച്ചതല്ല, ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചായിരുന്നു. അയ്യോ, എന്നിട്ട് വീട് ജപ്തി ചെയ്യാൻ പോവാന്നും പറഞ്ഞ്. വീട് ജപ്തി ചെയ്യാൻ പോവാന്ന്. അപ്പൊ നീ എന്നാ പറഞ്ഞു? ഞാൻ പിന്നെ ഒരു തരത്തിൽ മുതലാളിയുടെ ശബ്ദത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്നാന്ന്? ഹൗസ് ബോട്ട് എന്ന്. ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, ഇനി അടച്ചു പൊക്കോളൂല്ലോ. അപ്പൊ അവര് ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു കോൾ ഒത്തിട്ടുണ്ട്. കോളോ? മഴക്കോളോ? ആ, മഴക്കോള് തന്നെ. എടപ്പം റോഡ് നിറച്ച് വെള്ളമല്ലേ? നിറച്ച് വെള്ളമല്ലേ? നമ്മുടെ ബോട്ട് നേരെ റോഡിലോട്ട് കയറ്റുന്നു. ബസ് സർവീസ് ഒക്കെ മുടങ്ങിയേക്കുമല്ലേ? അപ്പൊ നമ്മൾ നേരെ ഈ ബോട്ട് അതിലേക്ക് ഓടിക്കുന്നു. സ്കൂൾ പിള്ളേരെ കയറ്റാം, നാട്ടുകാരെ കയറ്റാം, വലിച്ചു കയറ്റാലോ. കളക്ടർ 15 ദിവസത്തേക്ക് സ്കൂൾ അവധി പറഞ്ഞേക്കണം. ഈ ബോട്ട് നേരെ സ്കൂളിലെ പിള്ളേരെ കയറ്റാൻ പോണു. ഇനി അങ്ങോട്ട് റോട്ടിലേക്ക് കയറ്റി കഴിയുമ്പോൾ ആ വെള്ളം അങ്ങ് കുത്തനെ അങ്ങ് ഇറങ്ങിപ്പോയാ നടു റോട്ടിലാവില്ലേ നമ്മുടെ ബോട്ട്? അയ്യോ, എങ്ങനെ കായലിലെത്തിക്കും? അത് ഞാൻ ചിന്തിച്ചില്ല. അത് ചിന്തിച്ചില്ല മണ്ട മുതലാളി. എന്നാ വേറൊരു കോൾ എത്തിയിട്ടുണ്ട്. എന്നാ കോള്? വേറൊരു കോള്. എന്ത് കോളാ? ദേ, ഇതിനകത്ത് ഒരു ടീഷർട്ടും ഒരു ബർമൂടയുണ്ട്. നീ അങ്ങ് ഇട്ടോണം. ഇത് ഞാൻ പുതിയത് മേടിച്ചതാന്ന്. അപ്പൊ എന്തോ കോളെത്തിട്ടുണ്ടല്ലോ. കോളത്തിനുണ്ട്. കുപ്പിയുണ്ട്, ചിക്കനുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. മുതലാളി ഒന്ന് വിളിക്കന്നെ. ആ ശരിയാണല്ലോ, ഇന്ന് അവരൊരു സാധനം മേടിച്ചാൽ മുതലാളി മേടിച്ചെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ? എന്താ? അതെ, ഒരു മദാമ വന്ന് നമ്മുടെ ബോട്ടിലേക്ക് കാല് വെക്കുന്നു. മദാമയോ? ആ, കാല് വെക്കണോ? കാല് വെക്കുന്നു. എന്നിട്ട് എടാ, മദാമയായിട്ട് നമ്മൾ പോകുന്നു. ആണോ? അതിന്റെ 25 രൂപ ഞാൻ അഡ്വാൻസ് മേടിച്ചു. 25,000 രൂപ ഞാൻ അഡ്വാൻസ് മേടിച്ച സാധനം ഇതൊക്കെ. അല്ലാതെ മുതലാളി കട്ടൊന്നും അല്ല അങ്ങ് പോയി. കട്ടൊന്നോ? പോലീസ് വരും അങ്ങനെയാണെങ്കിൽ. അയ്യോ, പോലീസ് വരും. എടാ, കട്ടതല്ലെന്ന് മദാമ ഒരു ഉറപ്പാണോ? ഉറപ്പാണ്. ആണോ? ആ, അന്ന് നമുക്ക് തകർക്കണമല്ലോ. തകർക്കണം. ഇതാരാ പറഞ്ഞാരാ? അത് നമ്മുടെ മൂന്നാൻ ബ്രോക്കർ കച്ചവടമൊക്കെ നടക്കുന്ന ഒരു പുള്ളിക്കാരില്ലടാ. മദാമനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, വേറെ കേസുണ്ട്. അവൻ കള്ളനാണ്. അവൻ കള്ളപ്പണത്തിന്റെ ആളാണ്. അവൻ കള്ളപ്പണോ? ആ, കള്ളപ്പണത്തിന്റെ ബ്ലാക്ക് മണിയാണ് അവന്റെ ഡെയിലി പരിപാടി. അങ്ങനെ അതേന്ന്. I will come. I am running. No, I am walking. Walking in the jetty walking. You are come. Houseboat ready. I am coming. You are coming. അയ്യോ, എനിക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ ഞാൻ പറഞ്ഞു പണ്ടാണ് അങ്ങനത്തെ. അതെ, സായിപ്പും മദാമയും ഫോണിൽ ഒന്ന് പറയാമോ ഇങ്ങോട്ട് കമ്മാൻ? പറയാം. ഒന്ന് പറഞ്ഞു. ഹലോ. ബോട്ട് ദിസ് ഈസ് വാട്ട്.
ഇവിടെ ഒരു ഓട്ടയില്ല ആ AC റൂം വിത്തൗട്ട് AC അല്ലേ വിത്തൗട്ട് AC നോ പ്രോബ്ലം കമ്മിക്കോ ഇങ്ങോട്ട് കമ്മനോട് കമ്മെന്ന് പറ. കമ്മിക്കോന്ന് പറഞ്ഞില്ല കമ്മിക്കോ കുഴപ്പമില്ല കേട്ടോ. ആ ഓക്കെ ഇപ്പൊ വരും. അവരെപ്പോ എത്തും? അവരിങ്ങോട്ട് ഉടനെ എത്തും. ഇന്നലെ 20,000 രൂപ അഡ്വാൻസ് ഞാൻ മേടിച്ച് തന്നായിരുന്നല്ലോ. അവരിങ്ങോട്ട് വരും. സായിപ്പും മാതാമ്മ ഫ്രാൻസിൽ നിന്നാ വരുന്നത്. ഈ മാതാമ്മ ഇങ്ങോട്ട് വന്ന വെറുതെ നടക്കുകയല്ല. എന്നത് എന്റെ ബോട്ടെ പെറാൻ നടക്കുകയല്ല. ഞാൻ സമ്മതിക്കുകയല്ല. എന്നാ മുതലാളി അത് എന്തിനായി പറയണേ? വേറെ ഹോസ്പിറ്റലിൽ പോകാൻ പറയും. ബോട്ടൊക്കെ കിടന്ന് പറഞ്ഞ കാര്യം അതല്ലെന്ന്. ഈ പെർഡേ എന്ന് മുതലാളി പറഞ്ഞല്ലോ പെറാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല. പിന്നെന്താ എടാ നിനക്ക് വല്ലതും ബോധമുണ്ടോ നിങ്ങൾക്ക്? എന്നെ ഈ പെർഡേ എന്ന് വെച്ചാൽ ദിവസ വാടകയ്ക്കാണ് ഈ ബോട്ട് ബുക്ക് ചെയ്തേക്കുന്നത്. ഒരു ദിവസം 20,000 രൂപ വെച്ച് 10 ദിവസത്തേക്ക് 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. എനിക്കതിന്റെ കമ്മീഷൻ തന്നാ മതി. മുതലാളി 2.5 ലക്ഷം രൂപ ഇട്ട് വന്ന്. അയ്യോ തലകറങ്ങണല്ലോ. 2.5 കിട്ടുവോ? 2.5 കിട്ടും. നിങ്ങളുടെ കടബാധ്യതയൊക്കെ തീരും. എന്റെ കമ്മീഷനും കിട്ടുമല്ലോ. ഉറപ്പല്ലേ? നമ്മുടെ ഹൗസ് ലോൺ അടയ്ക്കാൻ പാടില്ലേ? ഇതിനെല്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ അവർക്ക് വേണ്ട ഫെസിലിറ്റി നിങ്ങൾ കൊടുക്കണം. ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. കുക്കുണ്ടോ? കൊക്കുണ്ടോ? ഇല്ല പറഞ്ഞു തുടങ്ങണം കൊക്ക്. അതല്ലെന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ കുക്കുണ്ടോ? അതില്ല. നല്ലൊരു ബെഡ്റൂം ഉണ്ടോ? അതുണ്ട്. ഉണ്ട്. നല്ലൊരു ബാത്റൂം ഉണ്ടോ? അത് വെള്ളത്തിലേക്ക് തട്ടാം. അവിടെ നല്ലൊരു ലൈറ്റ് എങ്കിലും ഉണ്ടോ? ഇതല്ലേ ലൈറ്റ്? നല്ല ലൈറ്റ്. ആ ലൈറ്റ് അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് എന്റർടൈൻ ചെയ്യിപ്പിക്കണം. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാ അതായത് അവരെ സന്തോഷിപ്പിക്കുന്ന ചില അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഉണ്ട്. ഒന്നും പേടിക്കണ്ട, അതെല്ലാം റെഡിയാ. എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ കലാപരിപാടി ആരെ സെറ്റപ്പ് ചെയ്തേക്കുന്നതെന്ന് അറിയണമല്ലോ. അതെ, മോഹിനിയാട്ടം നടത്തുന്ന നമ്മുടെ കൈനഗിരി ജയശ്രീ. ഞാനിത് എവിടെ കേട്ടിട്ടുണ്ട് ഈ പേര്. അവരാണ് വരുന്നത്. മോഹിനിയാട്ടം. അതെ. അല്ല അവരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു. എന്നിട്ട് വരുമ്പോഴേ അവരെ അങ്ങോട്ട് തുടങ്ങായിരുന്നു പരിപാടി. ഉണ്ട്. ജയശ്രീ ഇവിടാണോ കൈനഗിരി ജയശ്രീ എന്ന് പറഞ്ഞ? ഇത് കക്കാവാരം പോണ അമ്മണി ചേച്ചിയുടെ മകളല്ലേ ഉഷ? എനിക്കറിയാം. ഇവക്ക് 2,000 രൂപ ഒന്നും കൊടുക്കത്തില്ല. ഒരു 500 രൂപ ഞാനങ്ങ് കൊടുക്കും. എത്രയാന്ന്? 500 രൂപ. ദേ ഈ മുദ്ര ഞാനങ്ങ് മാറ്റുവേ. എന്റെ ഉഷ ഇതങ്ങ് മാറ്റി 500 രൂപ കൊണ്ട് തരാൻ പറ്റിയാൽ ഇത് വലിയ വലിയ ആൾക്കാർ വരുന്ന പരിപാടിയാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണത്? അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇത്ര നാള് മുദ്രയൊക്കെ പഠിച്ചത്. ആണാടാ പറയണ. പിന്നെ ദേ കായലിൽ കക്കാവാരി കൊണ്ടുവന്ന എന്നെ 5,000 രൂപ തരാന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ എരണക്കേട് കാണിച്ചാലുണ്ടല്ലോ. ഈ ജീവി ഒന്ന് മാറ്റാവോ അങ്ങോട്ട്? ഒന്ന് മാറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. മാറ്റത്തില്ല. എനിക്ക് കാശ് വേണം. എന്നോട് ഇവൻ 5,000 രൂപയാണ് പറഞ്ഞത്. ഉഷ ഞാൻ നിനക്ക് തരാം പൈസ. തരുവോ? ആദ്യം ഇതിനെ മാറ്റ്. താത്തി വെക്ക്. മടക്കി വെക്ക്. ദാസം ഇവിടെ താത്ത. ദൈവത്തെ ഓർത്ത് നീ ഡാൻസ് കളിച്ചാൽ മാത്രം മതി. തൊള്ള തുറക്കണ്ട. മാട്ട സൗണ്ടാ. ദൈവത്തെ ഓർത്ത് അത് വേണ്ട. അവർ തിരിച്ചു പോകും. അത് ആദ്യം നീ മനസ്സിലാക്ക്. അപ്പൊ കാശ് തരാവാ. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടാതി. നീ എന്നെ മുക്കരുത്. ലോൺ എടുത്ത് ഉണ്ടാക്കിയതാ. അന്ന് എന്ത് വർത്താനാണ് പറയണത്? കായലി 500 രൂപയ്ക്ക് ഞാൻ കക്കാവാരം നിന്നോണ്ടിരുന്നതാണ്. അവിടെ നിന്നാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. അറിയാവാ? അത് തരാന്ന് ഞാനല്ലേ പറഞ്ഞത്. തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കും. എത്ര തരും? 800 രൂപ. ഡ്രസ്സിന്റെ വാടക. ഡ്രസ്സിന്റെ വാടക ഞാൻ കൊടുത്തോളാം. തരുവല്ല? തരും. ഇന്നത്തട ഇങ്ങനെ കഴിയട്ടെ. ശ്വാസം പിടിക്കാതെ കിടക്കാല്ല. അങ്ങോട്ട് വിളിക്കാൻ പറ. അവിടെ മാറി ജസ്റ്റ് വരുമ്പോ വിളിക്കാട്ടോ. മാട്ടെ സാധനത്തിനെയൊക്കെ വിളിച്ചോണ്ട് വരും. കുഴപ്പമില്ലെന്നേ. കാര്യം ഞാൻ പറയാം. ഇതിനൊക്കെ അവരെ പറ്റിക്കാനാണ് നമുക്ക്. ഒത്തു നിന്ന പൈസ നമ്മളെ കയ്യിൽ ഇരിക്കും. നിങ്ങളുടെ കാര്യം തീർക്കും. അവരിപ്പം ഇങ്ങോട്ട് എത്തും. ഇപ്പൊ എത്തും. നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് വീരേക്കാം. Hello. Nice to meet you. Bad boys. താങ്ക് യു Thank you. Oh, your good name, please. പാക്കൻ. What? പാക്കൻ. Your good name, please. അതായി കുഞ്ഞ Yeah, okay. Yours? സ്രാങ്ക്. Frank? Yeah, okay. You are from France. Yeah. ഫ്രാൻസിൽ നിന്ന് വന്നതാ. ആണോ? ഫ്രഞ്ച്. Yeah.
ഫ്രഞ്ചല്ലേ ഫ്രഞ്ച് കിസ് അടിക്കണോ? What beautiful place, yeah? ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ എവിടെ വെച്ച് കണ്ടു. അല്ലെന്ന് ശരിയല്ലേ ഒരു ഇംഗ്ലീഷ് പറയൂ. അത് താറാവിന്റെ പരിപാടിയായിട്ട് നടക്കണം. ഗോപാലൻ ചേട്ടൻ ഗോപാലൻ ചേട്ടന്റെ മകൻ നിക്കറി കീറിയോ അല്ലേ? പുള്ളിക്കാരൻ അല്ലെന്ന് കീറി അല്ലെന്നോ അല്ല ആണ്. ഞാനിപ്പോ ഒരു പണിയല്ല. താറാവിന്റെ ശബ്ദം കേട്ടാവും വരും. അത് ശരി കൊള്ളാം. Hey, what's going on there? What is what? ഡക്ക് മീൻസ് താറാവ്. താറാവ്. ഡിക്രൂസ്. Who is Dick Rose? My papa Dikrus. Come on. Okay, come on. Okay, let's enjoy this. Okay. This is beautiful. You're very beautiful. Very beautiful. അതെ Yeah, come. ഇത് എവിടുന്ന് കിട്ടിയടാ നിനക്ക്? സംഭവം പറഞ്ഞാലേ ഞാന് അത് പറഞ്ഞു കൊടുക്കില്ല അവളോട് കേട്ടോ. ഞാനിങ്ങനെ അവിടെ നിൽക്കാം, ഫ്രാൻസിൽ നിൽക്കുകയാണ്. ഫ്രാൻസിൽ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ നിപ്പ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അവള് കണ്ടു. എന്റെ നിപ്പ് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി വെള്ളം കുടിക്കാതെ നിൽക്കുകയാണെന്നുള്ള മനസ്സിലായി. അപ്പൊ തന്നെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. ഞാൻ എന്റെ പേര് പറഞ്ഞു. പേര് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ ഒരു ഫ്രഞ്ച് കിസ് ആണെന്ന്. ഫ്രഞ്ച് കിസ് ലോക്ക്. ഇവരങ്ങനെ അത് ഇവരങ്ങനത്തെ സ്വഭാവക്കാരാ. അങ്ങനെ പിന്നെ ഭാഗ്യവാനല്ലേ സംസാരിക്കാം. അവളെന്താ ഇങ്ങനെയൊക്കെ അവളിങ്ങനെ ചെന്നിടത്തെല്ലാം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. ഇപ്പൊ അവള് പറഞ്ഞതാണ്, നിങ്ങൾക്ക് തിരക്കുണ്ടോ? അവളിപ്പോ എന്നോട് പറയായിരുന്നു, നമുക്ക് ഇവിടെ ഒരു ഫ്രഞ്ച് കിസ് നടത്തിയാലോ നിങ്ങളുമായിട്ടെന്താ അവള് ചോദിക്കുകയായിരുന്നു. ഫ്രഞ്ച് കിസ് റെഡി. Good. Are you ready, guys? വേഗം പോയി ഒരു 2 പൊറോട്ടയും ഇറച്ചിയും കഴിച്ചിട്ട് താമസിച്ച് വന്നാൽ മതി. അത് ഞാൻ പോണില്ല. എനിക്ക് വേണ്ട ബസ്കണില്ല. പോയിട്ട് ലോട്ടറി എടുക്കുക. ഇംഗ്ലീഷ് അറിയില്ല. ലോട്ടറി എടുത്ത് വൈകുന്നേരം വരെ എൻ്റെ ഇത് വരുന്ന വരെ ഇരിക്കേ. അല്ല ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഞാനിവരായിട്ട് ഇങ്ങനെ അതല്ലെന്ന് പേടി. ഞാൻ പല്ല് തേച്ചിട്ടില്ലെന്ന്. നീ തേച്ചിട്ടില്ലേ? ഞങ്ങളെല്ലാരും 3 പേരും. ആദ്യം ഞാൻ Okay, who is first? ഫസ്റ്റ് You. ഞാൻ all All are ready. Okay, let's start. The first kiss. ഓക്കെ. Who is the first president of France? പറഞ്ഞോടാ. Who is the first president of France? Tell me. പ്രസിഡന്റ് ഫ്രാൻസിന്റെ. Quiz. Answer me. കിസ്. French quiz. Question. Okay, let's go to the next question. Next question. When was French War? എന്നാ ചോദിക്കണേ? ഫ്രഞ്ച് വിപ്ലവം നടന്നില്ലേ? അതാ ശരി. ഞാനില്ലേ കളി. നീ എന്നോടായി പറഞ്ഞു. അവൾ എവിടെ ചെന്നാലും അതാ ഫ്രഞ്ച് കിസ് നടത്തും. ഫ്രഞ്ച് ക്യൂസ്. എന്നിട്ട് തന്നില്ലല്ലോ. കിസ് അല്ലെന്ന് ക്യൂസ്. എന്തെങ്കിലും പരിപാടി ചെയ്യണം ഇവിടെ. അതെ, എന്റർടൈൻമെന്റ് കൊടുക്കാം. എന്റർടൈൻമെന്റ് ഞാൻ ചോദിക്കട്ടെ അവരുടെ. എന്റർടൈൻമെന്റ് അതെ, എന്റർടൈൻമെന്റ് വേണം. അവൾ അന്ന് പറഞ്ഞപ്പോ ബുക്ക് ചെയ്തപ്പോഴേ പറഞ്ഞു എന്റർടൈൻമെന്റ് വേണം എന്ന് പറഞ്ഞായിരുന്നു. എന്താണ് എന്റർടൈൻമെന്റ്? മോഹിനിയാട്ടം. അല്ല, സോങ് ഉണ്ട്. സോങ് വേണം, അതിനാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Yes, I want an English song. നീ പാട്. English song. ഇംഗ്ലീഷ് സോങ്. Yeah. യെസ്, ഞാനോ? പാട്. അല്ല ഈ നാട്ടിക്കരുത്. പാടുവോ? ഇംഗ്ലീഷാ. ഇംഗ്ലീഷ് പാടിക്കോ. എങ്ങനെങ്കിലും പാട്. പോണോ, തിരിച്ചു പോണോ? തൊണ്ടയൊക്കെ ക്ലിയർ ആക്കണ്ടേ? ഓക്കെ, വെയിറ്റ് ചെയ്യൂ. മോദലാളി ആ യാ
Nothing is about. ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ അവനോൻ തന്നെ പാട്ട് അവനോൻ കൊള്ളിയെന്നും പറഞ്ഞ് കൂവണത്. Very fool. What is this? ഇതാണ് ഇംഗ്ലീഷ് പാട്ട്. വെയിറ്റ് വേറെ എന്താ എന്റർടൈൻമെന്റ് ഉള്ളത്? അടുത്ത മോഹിനിയാട്ടം. മോഹിനിയാട്ടം ഉണ്ട്. Yeah. Yeah. I like മോഹിനിയാട്ടം. traditional dance. അതിനെ വിളിക്ക്, ഉഷേനെ വിളി. കാണാം. കൈനഗിരി ശ്രീജ, ജയശ്രീ ആ ജയശ്രീ, എന്തൊക്കെയാണോ ഈ പറയുന്നത്? സിനിമാ നടിയുടെ പേരാ. മോഹിനിയാട്ടം? വെരി ബ്യൂട്ടിഫുൾ. വാതൊറുക്കരുത്. മാട്ട മാട്ട. This is not മോഹിനിയാട്ടം. I know. Yeah. You are cheating me. എന്താണെന്ന്? This is not മോഹിനിയാട്ടം. This is folk dance. നാടോടി I know. നടത്തും, നാടോടി നടത്തും. ഇത് നാടോടി Yeah. നടത്തും. ഇത് നാടോടി നടക്കണ You സാധനം. bloody fool. Broker. എടി പെണ്ണുമുള്ളെ, നീ എന്നതാണ് ഈ പറയണത്? ഞാൻ ഇങ്ങനെയാണ് മോഹിനിയാട്ടം പഠിച്ചത്. ദേ നിന്റെ ഈ വൃത്തികേടൊന്നും എന്റെ അടുക്കാൻ നടക്കുക കേട്ടോ. ഞാനുണ്ടല്ലോ പണ്ടൊരു സൈറ്റ് അടിച്ച് കാണിച്ചപ്പോ അവന്റെ കൂടെ പോയിരുന്നെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു മദാമയായിട്ട് ഇവനെ പോലെ തിരിച്ചു വന്നേന്. നിനക്കറിയാവാടേ? What is this bloody lady saying? കേട്ടിട്ടില്ലേ പരിപാടി? എന്താണ് നീ പറയണത്? കേട്ടിട്ടില്ലേ പണ്ട് കേക്ക്. ടപ്പ് ടപ്പ് സായിപ്പ് ആ, അത് വെള്ള- തന്നെ. ആ അതെ. ആ സായിപ്പിനെ കണ്ടെടുക്ക് കാണിച്ചതാണ്. കേക്ക്, കേക്ക്, കേക്ക്. ഞാൻ പറഞ്ഞു കേട്ടാ? ഇവളെയൊക്കെ കൊണ്ട് ചീത്ത കേൾപ്പിക്കാനാണോ നിങ്ങ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പക്ഷേ ഞാനേ നിങ്ങളൊന്നും പറയണ്ട. എനിക്ക് 800 രൂപയും ഇതിന്റെ വാടകയും തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല കേട്ടാ. പക്ഷെ എന്റെ വായിലെ വെള്ളം പറ്റി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, പൈസ തരാം. ഇത് ഹൗസ് ലോൺ എടുത്തിട്ട് മേടിച്ചേക്കണം. പോ, പിന്നെ തരും. പൊക്കോ. കേപ്പാ. തരാം, നീ പൊക്കോ. വീട്ടിൽ വൈകുന്നേരം വാടക കൊണ്ട് വന്നില്ലെങ്കിലാണ് അറിയാൻ പോണത് കേട്ടാ. എന്റെ വായിരിക്കണം നല്ലത് വല്ലത് കേക്കും. This is cheating, cheating, cheating. ഞങ്ങളെ ചീറ്റ് ചെയ്തു. നിങ്ങൾ ഞങ്ങളെ മേടിച്ച 25,000 രൂപ ഞങ്ങൾക്ക് വേണം. എന്റെ പേഴ്സ്, വേണം. എന്റെ മൊബൈൽ. We want our money back. Otherwise we will complain to the police. Within 24 hours we want our money back. You bloody fool. Bloody Malayalis. Come on. കള്ള പിശാചേ, എന്റെ മൊബൈലും പേഴ്സും കൊടുത്തിട്ട് ആ പെണ്ണുമുള്ള പോയേക്കുന്നു. നിങ്ങൾ എന്ത് പരിപാടി കാണിക്കണം? ഇനി എന്റെ പൈസക്ക് താര് തരും. എന്റെ ഒരു പോലീസ് സ്റ്റേഷൻ കയറ്റുന്ന പൈസ എല്ലാത്തിനും ഞാൻ ബോട്ടെ കൂടി ചവിട്ടിയാൽ പൊളിച്ചോളാം കേട്ടോ. ഇനി എന്നാ ചെയ്യും? എന്നാ ചെയ്യും? ഞാൻ ഒരു കാര്യം ചെയ്താലോ? ഇതിനകത്തൊരു full ഇതിനകത്തൊരു കുപ്പി ഇരിപ്പുണ്ട്. അതെടുത്തോണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. ഞാനും വരും. വാ. മുതലാളി പോകാൻ വീട്ടിട്ട് പോകാൻ പറ്റേ? അതിനാ വീട് ജപ്തി ചെയ്തു. എപ്പേ? ഇപ്പൊ കുറച്ചു മുമ്പ്. അത് ഞാനറിയാതെ അങ്ങനെ ജപ്തി ചെയ്യും. ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടെന്ന്. വാ. അപ്പൊ മുതലാളിയോട് ചോദിക്കാൻ പറഞ്ഞു. ആ. അന്നേരം ഞാൻ പറഞ്ഞു ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടെന്ന്. അതിനിപ്പോ എന്നാ? അവർ ഓക്കെ പറഞ്ഞു. ഇപ്പൊ അവര് പറയാ ഹൗസ് ബോട്ടേ എന്ന് അവര് കേട്ടു. അതുകൊണ്ട് ഹൗസ് അവര് ഇത് ചെയ്യുന്നു. ഏത് ജപ്തി ചെയ്തെന്നോ? ജപ്തി ചെയ്യുന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇത് ഹൗസ് ബോട്ടല്ലേ? ഹൗസിന് ഹൗസുമായി ബോട്ടിന് ബോട്ടുമായി. ഇനി മുതല് ഈ ബോട്ടാണ് മുതലാളിയുടെ ഹൗസ്. അയ്യോ